മണിപ്പൂരിന്റെ തെരുവുകളിൽ നഗ്നമാക്കപ്പെട്ടത് ഭാരതമാണ്. എന്നിട്ടും ഇപ്പോഴും ഞാനും സുരക്ഷിതനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സുരക്ഷിതത്വത്തിന് എന്തോ പന്തികേടുണ്ട് എന്ന മുന്നറിയിപ്പോടെ സിസ്റ്റർ സോണിയ തെരേസ് DSJ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു. പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. മണിപ്പൂരിൽ സ്ത്രീകൾ വിവസ്ത്രമാക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ഇന്ത്യൻ ജനാധിപത്യവും ഭരണഘടനയും വിവസ്ത്രമാക്കപ്പെട്ടതിന് തുല്യം. ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വളരെ ലജ്ജയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ മണിപ്പൂരിൽ നിന്നുള്ളതാണ്. ഒരു ഗ്രാമം അഗ്നിക്കിരയാക്കുന്ന മറ്റൊരു വർഗ്ഗക്കാർ ആ ഗ്രാമത്തിൽ നിന്ന് 2 നിഷ്കളങ്ക യുവതികളെ പിടികൂടി നഗ്നരാക്കി ജനമധ്യത്തിൽ കൂടി നടത്തിക്കൊണ്ടുവരുന്നു. ആൾക്കൂട്ടത്തിലെ പലരും യുവതികളുടെ രഹസ്യഭാഗങ്ങളിൽ സ്പർശിച്ച് ആർത്തട്ടഹസിച്ച് അവരെ ഒരു വയലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ 142 കോടി വരുന്ന ജനസാഗരത്തിന്റെ മുൻപിൽ പരസ്യമായി പീഡിപ്പിക്കപ്പെട്ട ആ സഹോദരിമാരോട് ഹൃദയവേദനയോടെ മാപ്പ് ചോദിക്കുന്നു. മക്കളെ, മാപ്പ്. ക്രിസ്ത്യാനികൾ ആണെന്ന ഒറ്റ കാരണത്താലാണ് അവർക്ക് ഇത്രയേറെ നിന്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് 1000 തവണ ഉരുവിട്ടവർ തന്നെയാണ് ആ പെൺകുട്ടികളോട് ഇത്രയും പൈശാചികത കാണിച്ചത്. ഓരോ ഇന്ത്യൻ പൗരനും അവന്റെ അന്തസ്സിന് ഒരു കോട്ടവും തട്ടാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന തലക്കെട്ടോടെ കോറിയിട്ടിരിക്കുന്ന സുവർണ ലിഖിതങ്ങൾ ആരൊക്കെയോ ചേർന്ന് അടർത്തി മാറ്റുന്നതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണാൻ സാധിക്കുന്നത്. ഭരണാധികാരികളുടെ നിശബ്ദതയും നിയമപാലകരുടെ നിസ്സംഗതയും അക്രമികൾക്ക് വളം വെച്ചുകൊടുക്കുമ്പോൾ ഇത്തരം പൈശാചിക പ്രവൃത്തികൾ വീണ്ടും വർദ്ധിക്കുവാൻ തന്നെയാണ് സാധ്യത. റോമ നഗരം അഗ്നിക്ക് ഇരയായപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇന്ന് കാലങ്ങൾക്കിപ്പുറം മണിപ്പൂർ കത്തിയമരുകയും സ്ത്രീകൾ പരസ്യമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ മ്ലേച്ഛമായ പ്രവൃത്തി രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കി എന്ന് വിലപിക്കുന്ന ഭരണാധികാരികളോടും നിയമപാലകരോടും ഇത്തരം അപമാനകരമായ പ്രവൃത്തികൾ ആവർത്തിക്കപ്പെടാതെയിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരമൊരു വീഡിയോ മാസങ്ങൾക്ക് ശേഷമാണ് വെളിയിൽ വന്നത് എന്നുള്ളത് ചിന്തനീയമാണ്. മെയ് ആദ്യ ആഴ്ച മുതൽ സമീപകാലം വരെയും മണിപ്പൂരിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും പരിമിതികളുണ്ട്. മെയ് 3 മുതൽ മണിപ്പൂരിൽ അരങ്ങേറിയ കിരാതമായ പീഡനങ്ങളുടെ ശരിയായ ചിത്രം ഇപ്പോഴും ലഭ്യമല്ല. ഏതോ വിധത്തിൽ പുറത്തെത്തിയ ലോകത്തെ മുഴുവൻ ലജ്ജിപ്പിച്ച ഒരു വീഡിയോയ്ക്ക് അപ്പുറം ഇതിലും ക്രൂരമായ പല അതിക്രമങ്ങളും അവിടെ നടന്നിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല. കിരാതമായ പീഡനങ്ങളിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ആക്രമണത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ടവരും എത്രയെന്നതിന് കൃത്യമായ കണക്കുകളില്ല. ഉറ്റ ബന്ധുക്കളെക്കുറിച്ച് പോലും വ്യക്തതയില്ലാത്തവരാണ് നാടുവിട്ടോടിയ പലരും. സംഭവിച്ചവയെക്കുറിച്ച് ശരിയായ വിധത്തിലുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്ന പക്ഷം ലോകത്തെ നടക്കുന്ന പലതും അതുവഴി വെളിപ്പെട്ടേക്കാം. ശരിയാണ് ഭരണാധികാരികളെ, ഈ വീഡിയോ മാധ്യമങ്ങൾ വഴി ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ അഭിമാനത്തിന് കളങ്കം ഏൽക്കുക തന്നെ ചെയ്യും. ചന്ദ്രയാൻ ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർന്നത് ആഘോഷിക്കുകയും എന്നാൽ മണിപ്പൂരിലെ സ്ത്രീകൾ ജനമധ്യത്തിൽ വിവസ്ത്രരായി പീഡിപ്പിക്കപ്പെട്ടത് അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നതാണ് അരാഷ്ട്രീയത. ഇത് ക്രൂരതയാണ്, പൈശാചികതയാണ്. ഒരു വലിയ ജനതയുടെ ദുർഗതിയോർത്ത് ദുഃഖിക്കുന്നു, അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ വേദനയോടെ സിസ്റ്റർ സോണിയ തെരേസ് DSJ തുടങ്ങിയ വാക്കുകളോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.